ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓഫീസ് കാര്യങ്ങളിലൊക്കെ എന്റെ മോള് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒന്ന് അറിയാൻ വന്നതാ. ഞാനെന്തായാലും അമ്മായിയല്ലേ. ചേട്ടാ ഇരിക്കെ. ഓ ആയിട്ട് അല്ലെങ്കിൽ വേണ്ട. ഇരിക്ക് ചേട്ടാ. ഇയാളെന്റെ പിഎയാ. പിഎ നിന്നാ മതി. ചേട്ടൻ അമ്മായിയുടെ പിയാണ്. പക്ഷേ അതങ്ങ് വീട്ടില്. എനിക്കിദ്ദേഹം എന്റെ ചേട്ടനാണ്. ഇതെന്റെ ഓഫീസാ. ചേട്ടനിരിക്കെ. അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഇരുത്തും പോലെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ചേട്ടനോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഞാൻ സദുദ്ദേശത്തോടെയാ ഈ ഓഫീസിലേക്ക് വന്നത്. ഞാൻ ദുരുദ്ദേശത്തോടെ പെരുമാറിയതും ഇല്ലല്ലോ. നിന്റെ സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. ഇത് ഒരു ഓഫീസല്ലേ അമ്മായി. ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചല്ലേ എനിക്ക് പെരുമാറാൻ പറ്റുക. പ്രതാപനെ എന്റെ ആങ്ങളയാ. അവന്റെ മകളാ നീ. അത് നീ മറക്കണ്ട. ആ ഒരു കാര്യം മറക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ അമ്മായി അമ്മായി മകനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന. ഓ, അപ്പോ കഴിഞ്ഞ ചില കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നീ എന്നോട് പകരം വീട്ടതല്ലേ? ഞാൻ എന്റെ പകരം വീട്ടിലൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വഴക്കൊന്നും വേണ്ട മോളെ. നിന്റെ മധ്യസ്ഥത വേണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയാ, ഇതൊരു ഓഫീസ്, അത് മറക്കരുത്. ഈ ഓഫീസിലേക്ക് കയറി വന്ന എന്നെ നീ അപമാനിക്കുന്നു. ഈ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി പോണോന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മായി എന്തിനാ കയറി വന്നേന്ന് വളരെ ക്ലിയർ ആയി എനിക്കറിയാം. എന്റെ അച്ഛന്റെ പെങ്ങള് ചമഞ്ഞ് എന്നെ കയറി മറ്റുള്ളവരുടെ മുൻപില് ഇൻസൾട്ട് ചെയ്യാൻ. അയ്യോ, ഇതെങ്ങനെ കൃത്യമായിട്ട് മോള് മനസ്സിലാക്കി? എന്റെ സെൻസ് മൊത്തം പോയി, ഫുള്ള് ബ്ലാക്ക് ഔട്ടായി. വളരെ സന്തോഷത്തോടെ എന്റെ ആങ്ങളയുടെ മോളുടെ ഓഫീസിലേക്ക് കയറി വന്നതാ ഞാൻ. നിന്റെ നന്മകളൊക്കെ ഒന്ന് കാണാൻ. ഇന്നലെ വരെ എന്റെ നന്മകളൊന്നും കാണാൻ ആഗ്രഹിക്കാത്ത അമ്മായി ഇന്നെന്റെ നന്മ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാ അത് ഞാൻ വിശ്വസിക്കണോ? ഇതിന് ഞാൻ പകരം വീട്ടും. പകരം വീട്ടാൻ വരുമ്പോ 10 ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന വിചാരത്തോടെ വന്നാ മതി. ആ അമ്മായി, നമ്മൾ തമ്മിലുള്ള ഫൈറ്റൊന്നും ഈ സ്റ്റാഫുകൾ അറിയണ്ട. വേഗം സ്ഥലം വിട്ടോ. പാടോ. ഓ, പോട്ടെ.